ഭൂപതിവ് നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടം ഉടൻ പ്രാബല്യത്തിൽ വരും. ചട്ടത്തിന് അന്തിമരൂപം നൽകുന്നതിനായി ഈ മാസം 13-ന് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. വീടിനും കൃഷിക്കുമായി പതിച്ചു നൽകിയ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇളവ് നൽകി ക്രമവൽക്കരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ചട്ടത്തിൽ ഉണ്ടാകും. 24 ബിഗ് ബ്രേക്ക്. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂവുടമകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്ത് 2023-ൽ സർക്കാർ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തിരുന്നു. കൃഷി, വീട് നിർമ്മാണം എന്നിവയ്ക്കായി പതിച്ചുകൊടുത്ത ഭൂമിയിൽ കടകൾ, മറ്റ് ചെറുകിട നിർമ്മാണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ഇളവ് നൽകി ക്രമവൽക്കരിച്ച് നൽകുന്നതാണ് നിയമ ഭേദഗതിയിലൂടെ ഉണ്ടായ കാതലായ മാറ്റം. എന്നാൽ ചട്ടം പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഈ മാസം തന്നെ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനം. 2023-ലെ നിയമ ഭേദഗതിയുടെ ചുവടുപിടിച്ച് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ടത്തിന് നിയമവകുപ്പ് അനുമതി നൽകി. ഇതോടെ ചട്ടം തത്വത്തിൽ അംഗീകരിച്ചു. ചട്ടത്തിന് അന്തിമ അംഗീകാരം നൽകുന്നതിനായി ഈ മാസം 13-ന് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിന് ശേഷം മന്ത്രിസഭാ അനുമതിയോടെ ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവരും. പതിച്ചു നൽകിയ ഭൂമിയും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതുവരെ ഇളവ് നൽകി ക്രമവൽക്കരിക്കാവുന്ന വ്യവസ്ഥ ചട്ടത്തിൽ വിശദമാക്കുന്നുണ്ട്. പതിച്ചു നൽകിയ ഭൂമിയിൽ കടകൾക്ക് പുറമെ ചിലയിടങ്ങളിൽ റിസോർട്ടുകളും വാണിജ്യാവശ്യമുള്ള കെട്ടിടങ്ങളുമുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഇത് കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഇളവ് നൽകാമെന്നതിൽ ചട്ടത്തിൽ വ്യവസ്ഥയുണ്ട്. ഇടുക്കി ജില്ലയിലെ കർഷകരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ ഉയർന്ന ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് 1960-ലെ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ നിർബന്ധിതമായത്. എന്നാൽ വൻകിട റിസോർട്ടുകളെ കൂടി രക്ഷിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് നിയമനിർമ്മാണമെന്ന് അന്നു തന്നെ ആശങ്ക ഉയർന്നിരുന്നു. ഇത്തരം ആശങ്കകൾക്കെല്ലാം ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ അറുതിയാകുമെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിലപാട്. അതാണ് ചട്ടഭേദഗതിയെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കാൻ കാരണം. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്,